ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ഈ ഫിച്ചൊക്കെ ചെയ്തിട്ട് എങ്ങോട്ടാവുന്നില്ലേ? ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അവൾ എന്നെ പോലെ B.Ed എടുത്തിട്ട് പെട്ടിരിക്കുന്ന കുട്ടിയാണ്. അവളെ കണ്ടിട്ട് വരാം. ഓക്കെ, എൻ്റെ കൂടെ കണ്ണപ്പനും ഉണ്ട്. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ചില്ലൊക്കെ ചെയ്ത് ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അവൻ എൻ്റെ ഡ്രൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം, അത്യാവശ്യം നല്ല ട്രാവൽ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം വരെ. ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയായിരുന്നു. ഹലോ ഗായ്സ്, എൻ്റെ കൂട്ടുകാരി വന്നിരിക്കുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, നമ്മൾ പറഞ്ഞ ആളിതാണ് ഗായ്സ്. നമ്മൾ ഇന്ന് കഴിക്കാൻ കണപ്പം വാങ്ങിത്തരും. ഹലോ ഗായ്സ്, നമ്മൾ കഴിക്കാൻ പോവാം. അത്യാവശ്യം കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കങ്ങനെ മന്തി കിട്ടി ഗായ്സ്. എൻ്റെ ഫേവറേറ്റ് മന്തി സ്പോട്ടാണ് മന്തി മനസ്സിൽ. അപ്പം തിരുവനന്തപുരം വന്നാൽ ഞാൻ ഒട്ടും മിക്സാക്കാതെ കഴിക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ കണ്ടു ഗായ്സ്. അങ്ങനെ നമ്മൾ വെട്ടുകാട് പള്ളിയിലോട്ടാണ് പോയത്. ഇതുവരെ കണ്ടപ്പോൾ വെട്ടുകാട് പള്ളി കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളതൊക്കെ കാണാൻ പോയി. പള്ളിയുടെ അകത്ത് കുറച്ച് നേരം കയറിയിരുന്നു. പിന്നെ പള്ളിയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം കാണാൻ പോയി. അത് എന്താ, മ്യൂസിയം പോലെ, അതിനെന്തോ ഒരു പേര് പറയുമായിരുന്നു. അത് മറന്നുപോയി. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ കണ്ണപ്പനും അവർക്ക് മെഴുകുതിരി കത്തിക്കണം എന്ന ആഗ്രഹത്താൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചു. കുറേ പേര് കുറേ ബൾക്കായിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയി ഗൈസ്. പിന്നെ കുറേ നേരം ബീച്ചിൽ അവളുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കുറേ നേരം എന്താ തിരയെണ്ണി വെള്ളത്തിലൊക്കെ ഇറങ്ങി അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എ ഡേ വെൽ സ്പെൻഡ് എന്നൊക്കെ പറയാം. നല്ല രസമായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തെല്ലാവരും. അങ്ങനെ പിന്നെ കണ്ണപ്പൻ ആധികാരികമായിട്ട് എന്തൊക്കെയോ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഞാനും ഗംഗയും ഇങ്ങനെ ബീച്ചിൽ പോയിട്ടുണ്ട് ഒരുമിച്ചെങ്കിലും ഇങ്ങനെ ബീച്ചിൽ വെള്ളം നനച്ചും ഒന്നും അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമ്മൾ അത്യാവശ്യം കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇത് എൻ്റെ സിംഗിൾ വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണപ്പം എടുത്തു തന്നെയാണ്. നന്നായിട്ട് എടുത്തു തന്നു. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഗംഗടുത്ത് B.Edനെ പറ്റി അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് ഗംഗ പറയുന്നത് കേട്ടാലോ. ഹലോ ഗായ്സ്, ഇതാണ് ഗംഗ. ഇവളോട് ചോദിക്കാൻ B.Ed എങ്ങനെയുണ്ടെന്ന്. വളരെ നല്ല ലൈഫാണ്. ഉറക്കം എന്ന് പറയുന്ന സാധനമില്ല. പിന്നെ എഴുതാനൊക്കെ താല്പര്യമുള്ളവർ എടുത്തോ, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മെച്ചപ്പെടും. അതെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗംഗയുടെ അഭിപ്രായം. നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചു പോവുകയാണ്. ഒരു ചായ കുടിയൊക്കെ പാസ്സാക്കി നമ്മൾ ഗംഗയെ എടുത്ത സ്ഥലത്തുനിന്ന് തന്നെ കൊണ്ടുവിട്ടു. അവിടെ അവൾ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിലാണ് വന്നത്. ഗംഗ പോയപ്പോൾ നമുക്ക് നല്ല വിഷമമായി. കാരണം നല്ല രീതിയിൽ നമ്മൾ 3 പേരും നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്.